Hey guys, VCUTസിലേക്ക് അവർക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം VC. ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ എന്ന സിനിമ ഏതാനും ദിവസങ്ങൾക്കകം നമ്മളുടെ തിയേറ്ററിലേക്ക് വരാൻ പോവുകയാണ്. ആൻഡ് എത്ര പേര് സിനിമ കാണാൻ എക്സൈറ്റഡ് ആണ്, എത്ര പേര് ഫസ്റ്റ് ഷോയ്ക്ക് പോകുന്നുണ്ട്, ആൻഡ് എത്ര പേര് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള കാര്യം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ഡെഡ്പൂൾ ഫാൻസ് ഉണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വൂൾവറിൻ ഫാൻസ് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ ഓഫ് കോഴ്സ് ഈ സിനിമ കാണുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഉണ്ട്. ഈ സിനിമയുടെ പുറത്ത് തന്നെ ഒരുപാട് പിന്നാമ്പുറ കഥകൾ ഒരുപാട് വലുതാണ് ഈ സിനിമയ്ക്കകത്ത് നടന്നിട്ടുള്ളത്. ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ എന്ന സിനിമ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ നിന്ന് വരുന്ന 34ാമത്തെ സിനിമയാണ്. സോ ഈ ഒരു പടം ഒരു R-rated ഫിലിമാണ്. സോ 18 വയസ്സിന് മേളിലുള്ളവർ മാത്രമേ സിനിമ കാണാൻ പോവുക. 18 വയസ്സായി പക്ഷേ 18 വയസ്സ് തോന്നിക്കില്ലാത്തവർ ID കാർഡ് തിയേറ്ററിൽ പോവുക. സോ ഇതൊരു R-rated സിനിമയാണ്. സോ ഡെഡ്പൂളിന് ഇതിനു മുമ്പ് വന്ന 2 സിനിമകളും R-rated തന്നെ ആയിരുന്നു. അത് ഫോക്സിൻ്റെ അണ്ടറിൽ നിന്ന സിനിമയാണ്. ഇത് ഫോക്സിനെ അക്യൂർ ചെയ്തതിന് ശേഷം മാർവലിൻ്റെ അണ്ടറിൽ നിന്ന് വരുന്ന മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ കണക്റ്റ് ആവുന്ന ഒരു സിനിമയാണ്. സോ ഇതിന് മുമ്പ് തന്നെ ഈ സിനിമ കാണുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ടിരിക്കേണ്ട സിനിമ ഏതൊക്കെയാണെന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ കണ്ടിട്ട് ഈ വീഡിയോ കാണുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും. സോ ഈ സിനിമയുടെ അടുത്ത ഇൻട്രസ്റ്റിംഗ് ഫാക്ട് നോക്കുകയാണെങ്കിൽ ഈ സിനിമയുടെ റൺ ടൈമാണ്. പക്ഷേ 2 മണിക്കൂർ 7 മിനിറ്റാണ് സിനിമ റൺ ടൈം വരുന്നത്. ഒരു 2 മണിക്കൂർ സിനിമ എന്ന് തന്നെ പറയാൻ പറ്റും. വളരെ ചെറിയൊരു ഒരു ലെങ്തുള്ള ഡ്യൂറേഷനുള്ള ഒരു സിനിമ തന്നെയാണ്. പിന്നെ ഈ സിനിമയിൽ ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ബഡ്ജറ്റാണ്. $200 മില്യൺ സിനിമ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം കുറച്ച് ഹൈ ബഡ്ജറ്റ് തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹ്യൂ ജാക്ക്മാൻ, യെസ്, നമ്മുടെ വൂൾവറിനായിട്ട് അദ്ദേഹം റിട്ടേൺ ആവുകയാണ്. സോ നിങ്ങൾക്ക് തന്നെ അറിയാം റയൻ റെയ്നോൾഡ്സ് ആൻഡ് ഹ്യൂ ജാക്ക്മാൻ, ഇവരുടെ കോമ്പിനേഷൻ തന്നെ വളരെ രസകരമായിരിക്കും. ആൻഡ് ഈ സിനിമയ്ക്കകത്ത് ഒരു വൂൾവറിൻ ഡെഡ്പൂളായിട്ട് വരുന്ന ആ ഒരു കോമ്പിനേഷൻസൊക്കെ നമുക്ക് ഒരു രക്ഷയില്ലാതെ തിയേറ്ററിൽ ആ ഒരു ഫണ്ണ് കൺഫേം തന്നെ ആയിരിക്കും. സോ ഈ ഒരു സിനിമ ബേസിക്കലി നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഡെഡ്പൂൾ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ TVA വഴി അകത്ത് കൊണ്ടുവരികയും അതുപോലെ തന്നെ നമ്മളുടെ TVയിൽ നമ്മുടെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലുണ്ടായ തെറ്റുകൾ അല്ലെങ്കിൽ തൻ്റെ ഫാമിലിക്ക് ആ ഒരു കാരണം കൊണ്ട് എന്തോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അത് നമ്മൾ ഡെഡ്പൂൾ എങ്ങനെ സോൾവ് ചെയ്തു, അത് തനിക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വൂൾവറിൻ്റെ ഒരു വേരിയൻറ്റ് അന്വേഷിച്ച് പോവുകയും വൂൾവറിൻ്റെ പല വേരിയൻസിനും ഡെഡ്പൂളിൻ്റെ പല വേരിയൻസിനും നമുക്ക് ഈ സിനിമയിൽ കാണാൻ കഴിയും. ഓഫ്കോഴ്സ് ഡെഡ്പൂളിൻ്റെ പല വേരിയൻസ് ലേഡി പൂൾ അതുപോലെ തന്നെ ഡോഗ് പൂൾ പോലെ കഥാപാത്രങ്ങൾ ഈ ട്രെയിലറിൽ തന്നെ പലതും കാണിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് നിങ്ങൾക്ക് ടൈലർ സ്വിഫ്റ്റ് ഈ സിനിമയ്ക്കകത്ത് ലേഡി പൂൾ, അതായത് ഡെഡ്പൂളിൻ്റെ ലേഡി വേർഷനായിട്ട് വരുമെന്ന് പറഞ്ഞു റൂമർ വന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മളെ റയൻ റെയ്നോൾഡ്സിൻ്റെ വൈഫായ ബ്ലേക്ക് ലൈവിയാണ് ആ കഥാപാത്രം ചെയ്യാൻ പോകുന്നതെന്ന് കൺഫേം ആയിട്ടുണ്ട്. ഏകദേശം കൺഫേം ആയ കാര്യങ്ങൾ തന്നെയാണ്. സോ സിനിമയുടെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് നോക്കുകയാണെങ്കിൽ ഈ സിനിമ 2023 ഷൂട്ട് തുടങ്ങിയ ഒരു സിനിമയായിരുന്നു. ആ ഒരു സമയത്തായിരുന്നു ആ സ്ട്രൈക്ക്, ഹോളിവുഡിലൊരു റൈറ്റേഴ്സ് സ്ട്രൈക്ക് വന്ന് പടത്തിൻ്റെ ഷൂട്ടിംഗ് നിർത്തിവെച്ചത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കും. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ പടത്തിൽ അപ്പിയർ ആകാൻ പോകുന്ന ക്യാരക്ടേഴ്സ്, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇതൊരു മൾട്ടിവേഴ്സ് ബേസ് ചെയ്ത് വരുന്നൊരു സിനിമയാണ്. സോ ഇതിനു മുമ്പ് വന്ന ലോക്കി സീരീസ് തീർച്ചയായിട്ടും കണ്ടുപോകാം. കാരണം TVA ഇതിൽ വളരെ പാർട്ടായിട്ട് പ്ലേ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ആൻഡ് ഈ പടത്തിൽ വില്ലത്തിയായിട്ട് വരാൻ പോകുന്നത് ആക്ച്വലി പ്രൊഫസർ എക്സിൻ്റെ ഒരു ട്വിൻ സിസ്റ്ററാണ് എന്ന് പറയുന്നുണ്ട്. പ്രോബബിളി വേറൊരു യൂണിവേഴ്സിലുള്ളൊരു സിസ്റ്റർ ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇതിനകത്ത് പ്രൊഫസർ എക്സ്, സൈക്ലോപ്സ് പോലുള്ള കഥാപാത്രങ്ങൾ റിട്ടേൺ ആവാനും ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ജഗർനോട്ട് ഈ പടത്തിൽ അപ്പിയർ ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. എത്രമാത്രം സത്യമാണെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ ഒരുപാട് സർപ്രൈസിങ് ക്യാമിയോസും പടത്തിൽ നിന്നും പ്രതീക്ഷിക്കാൻ കഴിയും. ഒന്ന് നോക്കുകയാണെങ്കിൽ ജെന്നിഫർ ഗാർണർ എന്ന കഥാപാത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ബെൻ അഫ്ലെക്ക് അഭിനയിച്ച് വന്ന ഡെയർഡെവിളിൽ പടം കണ്ടാൽ ഇലക്ട്ര ആയിട്ട് വന്ന കഥാപാത്രം അവർ കൺഫേം ആയിട്ടുണ്ട്, അവർ സിനിമയ്ക്ക് അത് വരുന്നുണ്ട്. അതുപോലെ ഹെൻറി കാവിൽ, യെസ്, നമ്മളുടെ സൂപ്പർമാൻ നോക്കുകയാണെങ്കിൽ ഈ പടത്തിൻ്റെ അത് വൂൾവറിൻ്റെ ഒരു വേരിയൻ്റ് ആയിട്ട് ഈ പടത്തിൽ അപ്പിയർ ആവും, ഒരു ക്യാമിയോ റോളിൽ അപ്പിയർ ആവും എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഡാനിയൽ റാഡ്ക്ലിഫ്, നമ്മുടെ ഹാരി പോട്ടർ, യെസ്, നമ്മുടെ ഹാരി പോട്ടറും ഈ പടത്തിൽ കാസ്റ്റ് ചെയ്യപ്പെട്ടെന്ന് പറയുന്നുണ്ട്. എത്രമാത്രം സത്യമാണെന്ന് അറിയത്തില്ല. പ്രോബബ്ലി അദ്ദേഹവും ഒരു വൂൾവറിൻ്റെ വേരിയൻ്റായിട്ട് വരാൻ ചാൻസ് ഉണ്ട്, ഇല്ലെങ്കിൽ ഫ്യൂച്ചറിലുള്ള വൂൾവറിനായിട്ട് അദ്ദേഹം വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എത്രമാത്രം സത്യമാണെന്ന് അറിയത്തില്ല. പിന്നെ നോക്കുകയാണെങ്കിൽ വെസ്ലി സ്നിഫർ, ഈ ഒരു കഥാപാത്രം നിങ്ങൾക്ക് ബ്ലേഡ് എന്നൊരു സീരീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മാർവലിലൊരു വാമ്പയർ ക്യാരക്ടറാണ്. ആ ഒരു കഥാപാത്രവും ഈ ഒരു സിനിമയ്ക്കകത്ത് അപ്പിയർ ആവും എന്ന് പറയുന്നുണ്ട്. എത്രമാത്രം സത്യമാണെന്ന് അറിയത്തില്ല. ആൻഡ് ഈ ഒരു സിനിമ വൺ ഓഫ് ദ മോസ്റ്റ് ഒരു ഫാബുലസ് ട്രീറ്റ് തന്നെയായിരിക്കും മാർവൽ ഫാൻസിന്. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം അടുത്ത വർഷങ്ങളിൽ തിയേറ്ററിൽ ഇറങ്ങിയ മാർവൽ സിനിമകളൊന്നും തന്നെ ക്രിട്ടിക്കലായോ ബോക്സ് ഓഫീസ് പരമായിട്ടോ വളരെ വലിയൊരു നേട്ടങ്ങളൊന്നും തന്നെ കൈവരിച്ചിരുന്നില്ല. സോ അത് മാർവൽ ഫാൻസിൻ്റെ ഇടയിൽ തന്നെ ഡൈ ഹാർഡ് ഫാൻസിൻ്റെ ഇടയിലൊക്കെ വളരെ വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. അത് സൂപ്പർ ഹീറോ ഫെറ്റിക് കൊണ്ട് ആൾക്കാരൊക്കെ ആ സൂപ്പർ ഹീറോ സിനിമസൊക്കെ കുറച്ച് ഓവറേഡായി മാറുന്നു എന്ന് പറയുന്ന സമയത്താണ് ഈ ഒരു സിനിമ അനൗൺസ് ചെയ്യുന്നത്. സോ ആൾക്കൊക്കെ വീണ്ടും ആ പ്രതീക്ഷ, ആ പഴയ മാർവൽ സിനിമ റിലീസാവാൻ തുടങ്ങാൻ നേരത്തുള്ള ആ ഒരു പ്രതീക്ഷയൊക്കെ വീണ്ടും വരുന്നുണ്ട്. സോ ഈ സിനിമ മാർവലിന് മാത്രമല്ല മാർവൽ ഫാൻസിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. സോ മാർവലിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു സിനിമ സക്സസ് ആയില്ലെങ്കിൽ ഐ തിങ്ക് ഒരുപാട് ഒരുപാട് പ്രോജക്ട്സുകളൊക്കെ വെട്ടിച്ചുരുക്കി വേറൊരു പാതയിലേക്ക് മാർവൽ പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. സോ ഈ ഒരു സിനിമ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ മാർവലിൻ്റെ ആ
ആ ഒരു വേൾഡിനെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. സോ നിങ്ങൾ ഈ പടം എത്ര പേര് തിയേറ്ററിൽ പോയി കാണാൻ പോകുന്നു, എത്ര പേര് ഫസ്റ്റ് ഡേ പോകുന്നു, എത്ര പേർക്ക് ഈ കഥാപാത്രങ്ങൾ ഇഷ്ടമാണ്, ആൻഡ് എത്ര പേര് ഡെഡ്പൂളിൻ്റെ ഡൈഹാർട്ട് ഫാനാണ്, എത്ര പേര് വൂൾവറിൻ്റെ ഡൈഹാർട്ട് ഫാനാണ്. നിങ്ങൾ ഡെഡ്പൂൾ ഫാനാണോ വൂൾവറിൻ ഫാനാണോ ഉള്ള കാര്യം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് മറ്റൊരു ദിവസം മറ്റൊരു കാണാം. അതുവരെയും വിഷ്ണു ചന്ദ്രൻ സൈൻ.